ഇന്ത്യയിൽ നിന്നുള്ള മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ് ശ്രിയ. അവൾ അമേരിക്കയിലെ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബ്ലൂമിംഗ്ടൺ എന്ന യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദം നേടാൻ പഠിക്കുകയാണ്. ഒരു പുതിയ രാജ്യത്ത് ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം നിയമങ്ങളും രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇത് ശ്രിയയ്ക്ക് സംഭവിച്ചു. മെയ് 29-ന് ശ്രിയയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചയാൾ ICEയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. ICE എന്നാൽ അമേരിക്കയിലെ ഒരു സർക്കാർ ഏജൻസിയാണ്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. ശ്രിയ കുടിയേറ്റ നിയമം തെറ്റിച്ചുവെന്നാണ് ഫോണിലൂടെ അയാൾ പറഞ്ഞത്. ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്നും പറഞ്ഞു. ഇതൊഴിവാക്കാൻ $5000 അയാൾ ആവശ്യപ്പെട്ടത്. വിളിച്ചയാൾ പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നും. അയാൾ ഒരു പ്രത്യേക നമ്പർ നൽകി. ICE വെബ്സൈറ്റിൽ പോയി അയാളുടെ വിവരങ്ങൾ പരിശോധിക്കാനും പറഞ്ഞു. ശ്രിയ അത് ചെയ്തു. അതിൽ കണ്ട വിവരങ്ങൾ ശരിയായിരുന്നു. അതോടെ അത് സത്യമാണെന്ന് അവൾ വിശ്വസിച്ചു. പിന്നീട് അവൾക്ക് രണ്ടാമത്തെ കോൾ വന്നു. വാഷിംഗ്ടൺ എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്നായിരുന്നു പറഞ്ഞത്. ശ്രിയയുടെ ഫോൺ നിരീക്ഷിക്കുകയാണെന്നും മുന്നറിയിപ്പ് നൽകി. ഫോൺ വെക്കരുതെന്നും ആരോടും സംസാരിക്കരുതെന്നും പറഞ്ഞു. ഈ ആളുകൾ 3 മണിക്കൂറിൽ കൂടുതൽ ശ്രിയയെ ഫോണിൽ പിടിച്ചു നിർത്തി. അവർക്ക് ശ്രിയയുടെ പേര്, സ്കൂൾ രേഖകൾ, വിസയുടെ കാര്യങ്ങൾ, സ്വദേശം എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ പറയുന്നത് സത്യമാണെന്ന് തോന്നി. ഈ സന്ദർഭത്തിൽ ശ്രിയ നന്നായി പേടിച്ചു. പേടി കാരണം അവൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഫോണിൽ ബന്ധപ്പെട്ട ആളുകൾ ആപ്പിൾ, ടാർഗറ്റ് പോലുള്ള കടകളിൽ നിന്ന് ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഗിഫ്റ്റ് കാർഡിലെ കോഡുകൾ അവരുമായി പങ്കിടാൻ ആവശ്യപ്പെട്ടു. ശ്രിയ അവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. ഗിഫ്റ്റ് കാർഡ് കോഡുകൾ നൽകിയ ശേഷം അവൾക്ക് അവരിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല. പിറ്റേന്ന് ഒരു ഉദ്യോഗസ്ഥനും അവളെ കാണാൻ വന്നിട്ടുമില്ല. $5000 നഷ്ടപ്പെട്ടുവെന്ന് പതിയെ ശ്രിയ മനസ്സിലാക്കുകയായിരുന്നു. അമേരിക്കയിൽ ജീവിക്കാനും പഠിക്കാനുമുള്ള പണമായിരുന്നു ശ്രിയയ്ക്ക് നഷ്ടപ്പെട്ടത്. ശ്രിയയ്ക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. ICE ഉദ്യോഗസ്ഥരാണെന്ന് വ്യാജേന പലരും ആളുകളെ വിളിക്കുന്നു. കുടിയേറ്റ നിയമങ്ങൾ കർശനമാകുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും കൂടുതലായി നടക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകാർ മറ്റുള്ളവരുടെ പേടി മുതലെടുക്കുകയാണ്. ശ്രിയ ഇപ്പോൾ തൻ്റെ അനുഭവം മറ്റ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുകയാണ്. ശ്രിയ ഇപ്പോൾ ഒരു GoFundMe ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ആളുകൾക്ക് അവളെ സഹായിക്കാൻ കഴിയും. ശ്രിയ മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശങ്ങളുണ്ട്. ഏതൊരു യഥാർത്ഥ സർക്കാർ ഏജൻസിയും ഗിഫ്റ്റ് കാർഡുകൾ ആവശ്യപ്പെടില്ല. അവർ ഫോണിൽ ഭീഷണിപ്പെടുത്തി സംസാരിക്കില്ല. ഇനി അഥവാ സർക്കാർ ഏജൻസികൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും ഫോൺ വെക്കാനും ഒരു അഭിഭാഷകനുമായി സംസാരിക്കാനും അവകാശമുണ്ടായിരിക്കും. ഈ ദുഃഖകരമായ സംഭവം കാണിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എളുപ്പത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അവർ നാട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്. നിയമങ്ങളെക്കുറിച്ച് ശരിയായ അറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ടാകും. ചതിക്കാൻ ആളുകളുള്ള ഈ ലോകത്ത് ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് സ്വയം രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്.